ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു കാറ് ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന അവസരങ്ങളിൽ ഒരു നിരപ്പ് റോഡിലോ ഗട്ടറിലോ അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ? ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ഫോർത്തിലേക്ക് പോകുന്നുണ്ടോ? ഇനി ഫോർത്തിൽ നിന്ന് നിങ്ങൾ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് മാറി ഫസ്റ്റ് ഗിയറിലേക്ക് വീഴുന്നുണ്ടോ? ചില സാഹചര്യങ്ങളിൽ അടുത്തൊരു ഗിയർ ഇടുമ്പോൾ ന്യൂട്രലിൽ തന്നെയാണോ ഗിയർ വന്ന് വീഴുന്നത്, മറ്റൊരു ഗിയറിലേക്ക് പോകാതെ വരുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഒരു വണ്ടി എങ്ങനെയാണ് ശരിയായ രീതിയിൽ പാർക്ക് ചെയ്യേണ്ടത്, ന്യൂട്രലിലിടണോ, ഫസ്റ്റ് ഗിയറിലിടണോ, റിവേഴ്സ് ഗിയറിലിടണോ, ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കാം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യത്തെ ഒരു ചോദ്യം, നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഓഫ് ആകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം? പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയറിൽ കൃത്യമായിട്ടും വണ്ടി എടുക്കാനായിട്ട് ഓർക്കുക, മറന്നു പോകരുത്. ചില ആൾക്കാർ സെക്കൻഡ് ഗിയറിലൊക്കെ വന്ന് നമ്മൾ വണ്ടി അവിടെ നിർത്തും, പിന്നീട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മറന്നു പോകാറുണ്ട്. ഒട്ടുമിക്ക ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ നമ്മൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഓടി വന്നിട്ട് വണ്ടി നിൽക്കുന്ന സമയത്ത് ഏത് ഗിയറിലാണെങ്കിലും വീണ്ടും വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു നിരപ്പ് റോഡിൽ എടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് നമ്മൾ വണ്ടി മൂവ് ആകുന്ന ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുമല്ലോ. ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ, കൃത്യമായിട്ട് നിങ്ങൾ ഈ പോയിന്റ് ഓർത്തിരിക്കണം, ആക്സിലറേഷൻ മുന്നോട്ട് ചെറിയ രീതിയിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് കാലയക്കാവുള്ളൂ. അങ്ങനെ അയച്ചെങ്കിൽ മാത്രമേ വണ്ടി ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ട് ക്ലച്ചിൻ്റെ ആ ഒരു ബൈറ്റിംഗ് പോയിന്റിൽ, അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പൊസിഷനിൽ വരും, അതിനുശേഷം ആക്സിലറേഷനും കൊടുക്കും. പക്ഷെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന സമയത്ത്, അതായത് ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് നമ്മളിവിടെ മുന്നോട്ട് കൊടുക്കുന്ന ആക്സിലറേഷൻ പെഡലിൽ നിന്നും കാലയക്കും. അങ്ങനെ കാലയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വണ്ടി ഓഫായി പോകും. അപ്പോൾ ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ആ കൊടുക്കുന്ന അളവിൽ ഒരു കാരണവശാലും കുറവ് വരാനായിട്ട് പാടില്ല. കുറവ് ശകലം രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് എത്തുമല്ലോ, ആ പോയിന്റിന് തൊട്ട് പുറകിലായിട്ട് നിങ്ങൾ കാല് നിർത്തുക. അതായത് പ്രോപ്പർ പോയിന്റിൽ വരാതെ ഒരു പോയിന്റ് പുറകിൽ നിങ്ങൾ ഹാഫ് ക്ലച്ച് കാല് നിൽക്കുക, എന്നിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുക. ഇതങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, ചിലപ്പോൾ പ്രോപ്പർ പോയിന്റിൽ വരുമ്പോൾ പല ആൾക്കാർക്കും വണ്ടി ഓഫായി പോകും. കാരണം ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഓഫായി പോകും. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് ആ പ്രോപ്പർ പോയിന്റിന് തൊട്ട് പുറകിലുള്ള ഏകദേശം ആ ഒരു പോയിന്റ് കണക്ക് കൂട്ടി നിങ്ങൾ ക്ലച്ചിൽ കാല് വെക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് വളരെ വേഗത്തിൽ കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ചെറിയ രീതിയിൽ കൊടുത്തു പിടിച്ചിട്ട് ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്തും ആക്സിലറേഷൻ കുറയാനും പാടില്ല, ലൈറ്റായിട്ട് കൊടുത്തിട്ട് എടുക്കുക. ഇനി കയറ്റത്തെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കയറ്റത്തെടുക്കുമ്പോഴും ഇത് തന്നെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് കയറ്റമായതുകൊണ്ട് നമുക്ക് വണ്ടിയെ കയറ്റുന്ന മുന്നോട്ട് മൂവ് ആക്കാനായിട്ടുള്ളൊരു പവർ ആവശ്യമാണ്. നിരപ്പ് റോഡിൽ കൊടുക്കുന്ന ആക്സിലറേഷൻ പോരാ. അവിടെ നമ്മൾ ആക്സിലേഷൻ കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കുത്തനെയുള്ള കയറ്റത്താണ് നമ്മുടെ വണ്ടി ഇത്തരത്തിൽ പോയി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. അവിടെ നിങ്ങൾക്ക് തീർത്തും ഒരു ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഏറ്റവും ആദ്യം വലിച്ചിട്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാനായി. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് പല ആൾക്കാർക്കും തെറ്റും. അപ്പോൾ അത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്? തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാർക്കും
ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ഗിയർ മാറി ഫോർത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് എപ്പോഴും ഗിയർ ലിവർ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലെഫ്റ്റ് സൈഡ് ചേർത്തത് ഇങ്ങനെ ചേർത്ത് കൈ പിടിച്ചിട്ട് താഴോട്ട് വലിച്ചിടുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വിടും. കാരണം ആ ഒരു ഭാഗത്ത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചെറിയൊരു ബലം കൊടുത്തിടുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഫോർത്ത് ഗിയറിലേക്ക് വീഴത്തില്ല. സെക്കൻഡ് ഗിയറിലേക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫസ്റ്റ് നിങ്ങൾ ഗിയർ ലിവർ ജസ്റ്റ് സെക്കൻഡിൽ നിന്നൊന്ന് തട്ടി ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക. അതിനുശേഷം ലിവർ ഓൾറെഡി ആ ഒരു ടൈമിൽ സെൻറ്റർ പോയിന്റിലേക്ക് വരും. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പോകത്തില്ല, പ്രോപ്പർ സെൻറ്റർ പോയിന്റിൽ ഗിയർ ലിവർ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ തേർഡിൽ നിന്ന് ഇനി ഫോർത്തിലേക്ക് ഇടുന്ന സമയത്താണെങ്കിലും ഈ ഒരു തരത്തിലിടുക. ഇങ്ങനെ നിങ്ങൾ ഗിയർ ഇട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഫോർത്തിൽ നിന്ന് പല ആൾക്കാർക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റിലേക്ക് വീഴത്തില്ല. അതിന് പകരം വീഴുന്നത് ചിലപ്പം ഒരു തേർഡ് ഗിയറിലേക്കായിരിക്കും. കാരണം നമ്മളൊരു നാലാമത്തെ ഗിയറിൽ പോകുന്നു, വണ്ടി നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു, അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ഗിയറിൽ എടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ തിടുക്കത്തിൽ ഇടാൻ ശ്രമിക്കും ഫസ്റ്റ്, പക്ഷെങ്കിൽ വീഴത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നല്ല രീതിയിൽ ശ്രദ്ധയോടെ ഒന്ന് കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക, അതിനുശേഷം ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിടിച്ച് മേളിലേക്ക് ഇടുക. ഇത് നിങ്ങൾ ഒരു വണ്ടിയിൽ ഇരുന്ന് കുറേയധികം സമയം പ്രാക്ടീസ് ചെയ്യണം. ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര സമയം ഒരു ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വണ്ടിയിലിരുന്ന്. ഗിയർ ഇട്ട് നിങ്ങൾ വണ്ടിയിലിരുന്ന് ഗിയറിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെ ഇത് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് ഗിയറിൻ്റെ പൊസിഷൻ നിങ്ങൾ മനഃപ്പാടമാക്കുക. ഗിയർ ലിവറിലേക്ക് നോക്കാതെ ജസ്റ്റ് നേരെ നോക്കിക്കൊണ്ട് എല്ലാ ഗിയറും ഇട്ട് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് അത് ഇടുക. അപ്പോൾ നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായി കാര്യം സെൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒരിക്കലും തെറ്റത്തില്ല. ഇനി പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഒരു വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണം. ന്യൂട്രലിലാക്കി പാർക്ക് ചെയ്യണം. ന്യൂട്രൽ എന്ന് പറഞ്ഞ ഒരു ഗിയർ അല്ല, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അവിടെ പാർക്ക് ചെയ്യണോ, അതോ ഫസ്റ്റ് ഗിയറിലിടണോ, സെക്കൻഡിലിടണോ, ഫോർത്തിലിടണോ, റിവേഴ്സിലിടണോ, ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വണ്ടി നിരപ്പ് റോഡിലാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. പിന്നെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഗിയറിലിടുന്നതും കുഴപ്പമില്ല. കാരണം നമ്മളൊരു വണ്ടി കയറ്റത്തൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഗിയറിലിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ഗിയറിലേക്കാണ് കൂടുതൽ പിടുത്തം വരുന്നത്. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ആദ്യം വലിച്ചിട്ടിട്ട് നിങ്ങൾ നിരപ്പ് റോഡിൽ ഫസ്റ്റ് ഗിയർ ഇട്ടാലും മതി. ഇനി നേരെ തിരിച്ച് ചെയ്തെന്ന് കരുതിയും മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. കാരണം വണ്ടി ഒരു നിരപ്പ് റോഡിലാണ് കിടക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ന്യൂട്രൽ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്താൽ മാത്രമായിരിക്കും വണ്ടി ആ നിരപ്പ് റോഡിൽ കിടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഹാൻഡ് ബ്രേക്കിന് കംപ്ലയിൻറ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് വണ്ടി ചാരി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വണ്ടി കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ വണ്ടി ബാക്കിലേക്കൊക്കെ റോളാകും. അപ്പോൾ നമ്മൾ ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും കൂടെ ഇടുമ്പോൾ രണ്ട് തരത്തിലുള്ള പിടുത്തമാണ് വണ്ടിക്ക് വരുന്നത്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഓൾറെഡി വണ്ടി മുന്നോട്ട് പോകുന്ന പിടുത്തത്തിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ പിടുത്തം ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വണ്ടിയിലൊന്ന് വന്ന് ചാരി നിന്നാൽ പോലും വണ്ടി മുന്നോട്ടൊന്നും ഉരുണ്ടു പോകത്തില്ല, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഉരുണ്ടു പോകാതെ നമുക്ക് വണ്ടിയെ സേഫ് ആയിട്ട് നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് നിങ്ങളൊരു നിരപ്പ് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു വണ്ടി കയറ്റത്ത് പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ളൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരമാവധി കുത്തനെയുള്ള കയറ്റങ്ങളിലൊന്നും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യരുത്. നമ്മളിപ്പോൾ എത്രത്തോളം ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഇട്ടു, കല്ല് വെച്ചു എന്നൊക്കെ കരുതി ആരും വണ്ടി ചിലപ്പം ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പം കയറ്റത്ത് പാർക്ക് ചെയ്യേണ്ടി വരും. പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡേഞ്ചർ ആയിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളിൽ പോയി പാർക്ക് ചെയ്യരുത്. അത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. നമുക്കൊരു കയറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ സേഫായിട്ട് ചേർത്ത് ഒതുക്കിയിട്ട്, നമ്മുടെ വണ്ടി കയറ്റത്ത് മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മൾ അവിടെ ഒരു കല്ലും കൂടെ ബാക്കിലെ ടയറിൽ കൃത്യമായിട്ടും ബാക്കിലെ രണ്ട് ഭാഗത്തും കല്ലും കൂടെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കയറ്റത്ത് നമ്മൾ എത്രത്തോളം പാർക്ക് ചെയ്താലും ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങളുടെ വണ്ടി ഒരു ഇറക്കത്ത് മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇതും സെയിം ആയിട്ട് തന്നെ നമ്മളൊരു കുത്തനെയുള്ള ഇറക്കത്ത് ഒരു കാരണവശാലും, അതായത് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം, അവിടെയൊന്നും കൊണ്ടുപോയി ഒരു കാരണവശാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യരുത്. കുറച്ച് ഇറങ്ങി ഏതെങ്കിലും നിരപ്പ് റോഡിൽ തന്നെ കൊണ്ടിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നു, ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പുറകോട്ടുള്ള
ഗിയർ ഇടുക, റിവേഴ്സ് ഗിയർ ഇടുക. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ വണ്ടി ബാക്ക് സൈഡിലേക്കുള്ള ഒരു പിടുത്തം, ഓൾറെഡി ഗിയർ പിടുത്തം ഉണ്ടാവും. ഒപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി വീഡിയോകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ഒപ്പം നമ്മൾ ഈ വണ്ടി മുന്നോട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഈ നിരവധി വീഡിയോകൾ പല പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും സംശയം ചോദിക്കുന്നതിന് അനുസരിച്ച് ഓരോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോകളെല്ലാം ഒന്ന് കയറി കാണുക. ഏകദേശം 550-560 വീഡിയോകൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലുണ്ട്. അപ്പോൾ ഇത്രയധികം വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഓരോരോ പോയിന്റുകൾ വെച്ചാണ് വീഡിയോകൾ ചെയ്തേക്കുന്നത്. അപ്പം ഒരു വീഡിയോയിൽ പറയുന്ന ഒരു പോയിന്റ് അല്ലായിരിക്കും മറ്റൊരു വീഡിയോയിൽ വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പല പല സംശയങ്ങളും അതുപോലെ തന്നെ പല പല സംശയങ്ങൾക്കുള്ള മറുപടികളും നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോകൾ കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം നമ്മൾ വീഡിയോകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ പോകേണ്ട സാഹചര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അതൊന്നും നിങ്ങൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.